നമസ്കാരം. നമ്മൾ പൊറോട്ടകൾ പല രീതിയിലുള്ളത് കഴിച്ചിട്ടുണ്ട്. കിഴി പൊറോട്ട, ബൺ പൊറോട്ട, കൊത്തു പൊറോട്ട, പഫ് പൊറോട്ട, അങ്ങനെ പലതും കേരളത്തിൽ എന്തെല്ലാം വിധത്തിലുള്ള പൊറോട്ടകളാണ്. പക്ഷേ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് നൂൽ പൊറോട്ടയാണ്. നൂൽപുട്ടല്ല, നൂൽ പൊറോട്ട. അതുണ്ടാക്കുന്ന കാഴ്ചകളും കാണാം, അതിൻ്റെ രുചിയും ഒന്ന് നോക്കാം. ചെറിയൊരു ഹോട്ടലാണ്, ഹോട്ടൽ സഹാറ. ഇത് രാജഗിരി ഹോസ്പിറ്റലിനോട് തൊട്ടടുത്തിരിക്കുന്ന ജംഗ്ഷനിലുള്ളതാണ് ഹോട്ടൽ സഹാറ. ഇവിടെ സാധാരണക്കാരൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ട ഉണ്ടാവും, പുട്ടുണ്ടാവും, അപ്പം ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷേ നൂൽ പൊറോട്ടയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. നിങ്ങളിപ്പോൾ നൂൽ പൊറോട്ട കഴിച്ചാലും, പുട്ട് കഴിച്ചാലും, അപ്പം കഴിച്ചാലും, കപ്പ് കഴിച്ചാലും, എന്തൊക്കെ കഴിച്ചാലും, ബീഫ് വേണമെങ്കിൽ ബീഫ് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ കറി വേണേൽ വെജിറ്റബിൾ കറി കഴിക്കാം, കടലക്കറി വേണേൽ കടലക്കറി കഴിക്കാം, സാമ്പാർ വേണേൽ സാമ്പാർ കഴിക്കാം, ഗ്രീൻ പീസ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് കഴിക്കാം. പക്ഷേ ഇതിലൊക്കെ സ്പെഷ്യലായിട്ട് ബീഫ് ഉലർത്തിയതുണ്ട്, ബീഫ് കറിയുണ്ട്, മീൻ ഉലർത്തിയതുണ്ട്. മീൻ ഉലർത്തിയതെന്ന് പറയുന്ന ഐറ്റം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. പക്ഷേ മീൻ ഉലർത്തിയത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതിൻ്റെ കൂടെ മീൻ ചാറും കിട്ടും. അല്ല, നിങ്ങൾക്ക് സാമ്പാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സാമ്പാർ പറഞ്ഞു, കുഴപ്പമില്ല. ഈ നൂൽ പൊറോട്ട എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, സാധാരണ പൊറോട്ട കുഴയ്ക്കുന്ന പോലെ, പൊറോട്ടയ്ക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചതിന് ശേഷം വീശുന്നവരെ എല്ലാം സാധാരണ പൊറോട്ട പോലെ അല്ലേ ഷമീർ ഭായി? ഷമീർ ഭായി ആണ് ഇവിടുത്തെ പൊറോട്ടയുടെ കൂട്ടാണ്. ഇപ്പോൾ സാധാരണ പൊറോട്ട കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വീശിയതിന് ശേഷം അത് അങ്ങോട്ട് പരത്തിയിട്ട് ഒരു സ്വല്പം എണ്ണ ഒഴിച്ച് ഒരു സ്വല്പം മൈദ അതിന്റെ പുറത്തോടെ തൂകിയതിന് ശേഷം ഒരു യന്ത്രത്തിന്റെ പേര് ഞാൻ ഷമീർ ഭായി വിളിച്ച് പറഞ്ഞു, വരയുന്ന യന്ത്രം എന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കും ഇതിന്റെ പേരറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങൾ പാചക ലോകത്തുള്ള ആർക്കെങ്കിലും അതിന്റെ പേരറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഏതായാലും ആ വരയുന്ന യന്ത്രം വെച്ചിട്ടുള്ളൂ. നമുക്ക് ആരോടെങ്കിലും വൈരാഗ്യം മനസ്സിലുണ്ടെങ്കിൽ എന്താ ചെയ്യാം, അങ്ങനെ അങ്ങോട്ട് വരിഞ്ഞ് അങ്ങോട്ട് വിടും. അതൊരു 1-2 പ്രാവശ്യമൊന്നുമല്ല, ഒരു 10-100 പ്രാവശ്യം അങ്ങോട്ട് നന്നായിട്ട് വരഞ്ഞതിന് ശേഷം അതിനെ ഒന്ന് തെറുത്ത് അതിനെ ചുരുട്ടി അവിടെ മാറ്റി വരും കുറച്ച് നേരം. അതിനുശേഷം അതിനെ ഒന്ന് പരത്തിയതിന് ശേഷം കല്ലിന്റെ പുറത്തിട്ട് കാണുമ്പോഴും ചെറുതായിട്ടൊരു ലെയറായിട്ട് കാണാം. പക്ഷേ പ്രധാന ഭാഗം ഇനിയാണ് നിങ്ങൾ കണ്ടു നോക്കാം. നല്ല ചൂട് പൊറോട്ട കല്ലേന്ന് എടുത്ത് അന്നേരം ആവി പറക്കുമ്പോൾ അതങ്ങോട്ട് അടിക്കും, കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് അടിക്കും. അപ്പോഴാണ് ഇത് ശരിക്കും പഞ്ഞിക്കെട്ട് പോലായി മാറുക എന്നാണ് പറയേണ്ടത്. നൂലെന്ന് പറയാൻ പറ്റില്ല, പഞ്ഞിക്കെട്ട് പൊറോട്ട എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ നൂൽ പൊറോട്ട എന്നാണ് ഇവർ പറയുന്നത്, അതുകൊണ്ട് നമ്മൾ നൂൽ പൊറോട്ട എന്ന് തന്നെ പറയും. മീൻചാരം വെക്കണേ. അങ്ങനെ കുഴച്ച് വീശി പരത്തി വരഞ്ഞ പൊറോട്ട ആ നല്ല ചൂട് കല്ലിലിട്ടിട്ടുണ്ടല്ലോ, അതിനെ അങ്ങോട്ട് ചുട്ടെടുത്തതിന് ശേഷം നല്ല അടിച്ച് പരത്തി നല്ല ഒന്നാന്തരം പഞ്ഞിപ്പരുവത്തിലാക്കിയതിന് ശേഷം മീൻ ഉലർത്തിയതും മീൻ ചാറും കൂട്ടിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇതാണ് നൂൽ പൊറോട്ട. ഇത് കണ്ടോ, നൂലായിട്ട് കിടക്കും. അത് ആ പൊറോട്ടയുടെ ഒരു പ്രത്യേകതയാണ്, നൂലായിട്ട് ഇങ്ങനെ കിടക്കുക. ഈ നൂൽ പൊറോട്ടയുടെ ഒരു സൈഡിൽ ഒരു സ്വല്പം മീൻചാറ്, ഈ സൈഡിൽ ഒഴിക്കേ, ഒരു സ്വല്പം മീൻചാറ്. അത് ഇങ്ങനെ മീൻചാറാണ്, മീൻ കഷ്ണം പ്രതീക്ഷിക്കുന്നത്, ചാറ് മാത്രം. തേങ്ങ അരച്ച മീൻചാറാണ്. അതൊരു സ്വല്പം അതിൻ്റെ സൈഡിൽ ഒഴിച്ചിട്ട് ഇവിടെ മീൻ ഉലർത്തിയത് കാണുമ്പോഴാണെങ്കിൽ ഏകദേശം ഒരു മീനച്ചാറിൻ്റെ ഒരു രീതിയിലേക്ക് പോകും. പക്ഷേ മീനച്ചാർ എന്ന് പറയുമ്പം കുറച്ച് നാൾ ഇരുന്ന് വെച്ച് കഴിക്കാവുന്നതാണ്. പക്ഷേ ഇതങ്ങനെ അത്രയും നാൾ വെച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല, കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് കഴിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ നൂൽ പൊറോട്ട ഇതുപോലെ മുറിച്ചെടുത്തിട്ട്, നിങ്ങളെ നൂല് കാണിക്കാനായിട്ട് ഞാനിങ്ങനെ പൊക്കിയെടുത്തപ്പോൾ അതിൻ്റെ ആ ഇരിക്കുന്ന ആ ഷേപ്പ് ഒന്ന് മാറി, അത് ക്ഷമിച്ചു തരും. നൂൽ പൊറോട്ട ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ആ ചാറും കൂടെ കൂട്ടി ഇതുപോലെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചാറ് ഒഴിച്ച് കഴിക്കുന്നതിലും ഇഷ്ടം ചാറിൽ മുക്കി കഴിക്കാനാണ്. പക്ഷേ അത് കാണുമ്പോൾ, ചാറ് ഇതിലേക്ക് ഒഴിക്കുന്ന കാണുമ്പോൾ ഒരു രസമല്ലേ. അതിനകത്ത് ഇത് കണ്ടോ, ഇതാണ് മീൻ ഉലർത്തിയത്. അതിൻ്റെ ഒരു കഷ്ണം തന്നെ എടുത്ത് കഴിച്ച് നോക്കിയാലോ. ഞാൻ പറഞ്ഞല്ലോ,
ഈ മീൻ അച്ചാറിനോട് വളരെ സാമ്യമാണ്. പക്ഷേ അച്ചാറല്ല, അച്ചാറിൻ്റെ ആ പുളിയില്ല. എന്നാൽ ആ മീൻ അച്ചാറിൻ്റെ ആ നുറുക്കിയ കഷ്ണങ്ങളും അതുപോലത്തെ ഒരു ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു രുചിയാണ്. അതിൻ്റെ കൂടെ ഈ നൂൽ പൊറോട്ടയും ഇതാ ചാറും ഒക്കെ, അച്ചാറല്ല ഉലർത്തിയത്, മീൻ ഉലർത്തിയതൊക്കെ കൂട്ടി കഴിക്കാം. ഇതുപോലെ ഇതാണ്. ശരിക്കും പഞ്ഞിക്കെട്ട് പോലെ തന്നെ അതേ ഫീല്. ആ പഞ്ഞിക്കെട്ടിനകത്ത് ആ മീനിൻ്റെ ചാറും എല്ലാം കൂടെ പിടിച്ചിട്ടുണ്ടോ, അടിപൊളി. ഇത് നമ്മുടെ ചിറ്റു പറഞ്ഞതാണ് ഈ സ്ഥലം. ഇവിടെ പാഴ്സൽ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ പാഴ്സൽ കഴിക്കുന്നതിൽ എപ്പോഴും നല്ലതാണ് ചൂട് പൊറോട്ട ചൂടോടെ കഴിക്കുന്നത്, എന്നാലേ അതിൻ്റെ ആ ഫീൽ കിട്ടുള്ളൂ. മീൻ ഉലർത്തിയത് തന്നെ കഴിക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോത്ത് ഉലർത്തിയത് കഴിക്കാം, അതിൻ്റെ കൂടെ പോത്ത് ചാറും കിട്ടും, അത് നിങ്ങളുടെ ഇഷ്ടം. അതുകൂടാതെ സാമ്പാർ വേണം, ഞാൻ പറഞ്ഞല്ലോ വെജിറ്റബിൾ കറി ഉണ്ട്, സാമ്പാറുണ്ട്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരുടെ ഒരു ചായക്കടയാണ്. നിങ്ങൾക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ പൊറോട്ട കിട്ടത്തില്ല, ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം പൊറോട്ട കിട്ടുന്നതാണ്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ചിലപ്പോഴാണ് കിട്ടിയേക്കും, പക്ഷേ സാധാരണ ഉണ്ടാവില്ല എന്നുള്ളത്. ഈ മീൻചാറ് ഒഴിക്കരുത് കേട്ടോ. എനിക്ക് മീൻചാറ് ഒഴിക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ടത് അത് തന്നെ എടുത്ത് കഴിക്കണം. മീൻചാറ് ഒഴിച്ച് കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങ് കുതിർന്നു പോകും. അത്രയും കുതിരണ്ട, നമുക്ക് അതിൻ്റെ ആ ക്രിസ്പിനെസ് നല്ലതായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഉലർത്തിയത് മാത്രം കഴിച്ചാൽ മതി. അല്ല, ഒഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് കുറച്ചൊഴിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഈ മീൻ ഉലർത്തിയതിൻ്റെ കാര്യം പറഞ്ഞാണല്ലോ, ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. അതാണ് ഞാൻ ഈ അച്ചാറെന്ന് പറഞ്ഞു പോയത്. ശരിക്കും ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. അതിനകത്ത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്, പുറത്തുകൂടെ സ്വല്പം മല്ലിയില ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് എന്നാൽ ചാറാണോ, ചാറല്ല. എന്നാൽ മൊരിഞ്ഞതാണോ, മൊരിഞ്ഞതല്ല. ഫ്രൈ ആണോ, അതുമല്ല. ഇതിനെല്ലാത്തിനൂടെ നമ്മുടെ ഉലർത്തിയത്, ഈ ബീഫ് ഉലർത്തിയതും അതേപോലെ തന്നെ കോഴി ഉലർത്തിയതും അതുപോലൊക്കെ തന്നെ ഒരു വെറൈറ്റിയാണ്. മീൻ ഉലർത്തിയത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയുക. കഴിഞ്ഞ ദിവസം നമ്മൾ ആലുവ ഗ്രാൻഡ് ഹോട്ടലിൽ വന്ന് പഫ് പൊറോട്ട കഴിച്ചിരുന്നു. പഫ് പൊറോട്ട എന്നൊക്കെ പറയാം. അത് വേറൊരു രുചിയാണ്. അതിനകത്ത് പപ്സ് പോലെ തന്നെ മീറ്റൊക്കെ വെച്ച് ഉണ്ടാക്കുകയാണ്, ചിക്കൻ പപ്സ് പൊറോട്ട. ഇത് മറ്റൊരു രുചിയാണ്, മറ്റൊരു വേൾഡ്. പൊറോട്ട തന്നെ, പൊറോട്ടയുടെ മറ്റൊരു ലോകം. അപ്പോൾ ഈ പൊറോട്ട, നൂൽ പൊറോട്ടയൊക്കെ കഴിച്ച് അതിൻ്റെ കൂടെ മീൻ ഉലർത്തിയതും കഴിച്ച് മീൻ ചാറും ഒക്കെ കൂടി നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. ഇതിൻ്റെ കൂടെ നല്ല ചൂട് ചായ, നല്ല ചൂട് ചായ ഇതെന്നുണ്ടോ, ആഹാ, കൈ പൊള്ളുന്ന ചൂടാണ്. അതിങ്ങനെ ആവി പറക്കുന്ന ചായയും കൂടെ. ഇതാണൊരു സുഖം. അപ്പം നിങ്ങൾ കാണുക, എപ്പോഴും സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ടിരിക്കുക. ഇത് പറഞ്ഞപ്പോൾ തേട്ട ചിരിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. രാവിലെ വരാമെന്ന് പറഞ്ഞ ആളാണ്, ഇപ്പോഴാണ് വന്നത്. കുറച്ച് ലേറ്റ് ആയി പോയി, 2 മണിക്കൂർ. ഞാൻ പറഞ്ഞില്ല അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ നിർത്താം. ഞാൻ ചിറ്റിനോടൊക്കെ സംസാരിച്ച്, അഭിലാഷുണ്ട്, അഭിലാഷ് പോത്തുലർത്തിയതും പോത്ത് ചാറും. ചിറ്റു എന്താ കഴിക്കുന്നത്? മീനുമാണ്. അപ്പം അഭിലാഷ് അത് തന്നെ കഴിക്കാം. അല്ല, അഭിലാഷല്ല, ചിറ്റു അത് തന്നെ കഴിക്കുക. അഭിലാഷ് പോത്ത് കഴിക്കും. നമുക്ക് വീഡിയോ നിർത്താം അല്ലേ? ബൈ. അടിപൊളിയല്ലേ?